Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസിൽ ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ അത് ഇതേപോലെ പാരലൽ കേസ് പെർപെൻഡിക്കുലർ കേസ് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഇക്വേഷൻ ഇൻ 3 കേസസ് അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം നോർമൽ ഫോം അങ്ങനെ 2-3 കേസസ് ഓക്കെ പിന്നെ അത് മാത്രമല്ല passing through a point of intersection of two lines ആ ലൈനിന്റെ ഇക്വേഷൻ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് MCQs അതായത് പ്രീവിയസ് MCQയിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരുന്നു സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ലെറ്റ് us start first question equation of the line passing through the point 5, 6 and parallel to the line 3y minus 5 is equal to 4x is options തന്നിരിക്കുന്നത് A 3x minus 4y is equal to 2, B 2x minus 4y is equal to 3, C 4x minus 3y is equal to 2, D none of these. ഇതിൽ correct answer option C ആണ് 4x minus 3y is equal to 2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത് ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 5, 6 എന്ന് തന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ദിസ് ലൈൻ ഇസ് പാരലൽ ടു 3y minus 5 is equal to 4x. ഓക്കെ അപ്പോൾ വേറൊരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആ ലൈനിന് പാരലൽ ആയിട്ടാണ് നമുക്ക് ഒരു ഇപ്പോഴത്തെ ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് അത് മാത്രമല്ല ഈ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ലൈനിൽ പാസ് ചെയ്യുന്നത് ഏത് പോയിന്റിലൂടെയാണ് 5, 6 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എക്സ്പ്ലനേഷൻ നോക്കാം അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ 3y is equal to 4x plus 5 അതായത് ജസ്റ്റ് ഈ 3y minus 5 is equal to 4x ഈ 5 നെ അങ്ങോട്ട് RHS കൊണ്ടുപോയി എഴുതിയെന്ന് മാത്രം സോ 3y is equal to 4x plus 5 ഇനി y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക അതായത് നമ്മൾ y-യുടെ കോഎഫിഷ്യന്റിനെ RHS ഓരോ ടേംസിനും ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്താ കിട്ടുക 3y is equal to 4x plus 5 ഈ 3 എന്ന് പറയുന്ന ടേം RHS ഓരോ ടേമിനും ഡിവൈഡ് ചെയ്യാം അപ്പോൾ 4/3x plus 5/3 കിട്ടും ശരിയല്ലേ അപ്പോൾ y is equal to എന്താ കിട്ടിയത് 4/3x plus 5/3 ഇനി ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇല്ലേ അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y is equal to mx plus c അതായിട്ട് കമ്പയർ ചെയ്യും അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടില്ലേ m എന്ന് പറയുന്നത് എന്താ അതായത് y is equal to mx plus c ൽ x ന്റെ കോഎഫിഷ്യന്റ് ആണ് m that is m is equal to 4/3 കിട്ടി ക്ലിയർ ആയല്ലോ ഇനി നമുക്കറിയാം if the lines are parallel to each other their slopes will be equal ശരിയാണല്ലോ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും m1 will be equal to m2 ഇനി സ്ലോപ്പ് ഓഫ് ദ ലൈൻ that passes through the point 5, 6 and parallel to the given line അപ്പോൾ എന്താണ് 4/3 ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ അല്ലേ അത് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചു ഈ ലൈനിന് പാരലൽ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ അപ്പോൾ രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആവില്ലേ സോ നമുക്ക് ആവശ്യമുള്ള ലൈനിന്റെ സ്ലോപ്പ് കിട്ടി 4/3 എന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇനി നോർമലി ഇക്വേഷൻ ഓഫ് ലൈൻ ഓക്കെ പാസിംഗ് ത്രൂ എ പോയിന്റ് എന്താ y minus y1 is equal to m into x minus x1 അല്ലേ സോ ഇവിടെ y1 x1 എന്താ നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അതായത് ഇവിടെ ഇപ്പോൾ 5, 6 ആണ് ക്ലിയർ ആയല്ലോ സോ ഇവിടെ 6 y1 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക x1 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്ലിയർ ആയല്ലോ ഇനി m എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 4/3 ആണ് സോ y minus 6 is equal to 4/3 into x minus 5 ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക ഈ 3 എന്ന് പറയുന്നത് LHS മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ 3y minus 18 is equal to ഇനി ഈ 4 ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക 4x minus 20 അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക അതായത് 4x ഇവിടെ തന്നെ ഇരിക്കട്ടെ 3y RHS കൊണ്ട് അപ്പോൾ 4x minus 3y is equal to ഇനി ഈ minus 20 LHS കൊണ്ട് സോ 20 minus 18 എന്താ 2 അപ്പോൾ 4x minus 3y is equal to 2. Next question. The equation of the line which passes through 1, 2 and is parallel to the line passing through 3, 4 and 4, 5 is options തന്നിരിക്കുന്നത് A x plus y plus 1 equal to 0, B x plus y minus 1 equal to 0, C x minus y plus 1 equal to 0, D none of these. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് x minus y plus 1 equal to 0 ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണാം ഈ ലൈൻ എന്ന് പറയുന്നത് 1, 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പാരലൽ ടു ദ ലൈൻ പാസിംഗ് ത്രൂ 3, 4 and 4, 5 അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു അതായത് വേറൊരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താ വേറൊരു ലൈനിന് പാരലൽ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ പക്ഷെ ആ ലൈനിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി തന്നിട്ടില്ല പകരം എന്താ ആ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സേ തന്നിട്ടുള്ളൂ 3, 4 ഉം 4, 5 ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കണം
സോ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 3, 4, 4, 5. അപ്പോൾ ഇതാണ് നമുക്ക് ആ സെക്കൻഡ് ലൈൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് പാസിംഗ് ത്രൂ 3, 4, 4, 5 തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ജനറൽ ആയിട്ട് എടുക്കുക. y is equal to mx plus c. ക്ലിയർ ആയല്ലോ? അപ്പോൾ y is equal to mx plus c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതായത് 3,4ഉം 4,5ഉം. ഇതാണ് രണ്ട് പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സിലൂടെയാണ് സ്ട്രേറ്റ് ലൈൻ പാസ് ചെയ്യുന്നത്. സോ അതിന്റെ മീനിങ് എന്താ? ഈ രണ്ട് പോയിന്റ്സും ആ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണു എന്നല്ലേ? സോ ആദ്യത്തെ ഇക്വേഷൻ, അതായത് ഇക്വേഷനിലെ ആദ്യത്തെ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് y is equal to mx plus c-ല് yയുടെ വാല്യൂ 4 കൊടുക്കുക. അതായത് 4 is equal to m into x എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3m plus c കിട്ടിയല്ലോ. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ, അതായത് ഒരു ലൈൻ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആ ലൈനിന്റെ ഇക്വേഷന് ഈ രണ്ട് പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യും, ശരിയല്ല? അപ്പൊ അതിന്റെ എക്സും വൈയും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഫസ്റ്റ് പോയിന്റ് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ സെക്കൻഡ് പോയിന്റ് 4,5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 4 is equal to 3m plus c കിട്ടി. ക്ലിയർ ആയല്ലോ? അതേപോലെ സെക്കൻഡ് പോയിന്റ് കൊടുക്കാം, അതായത് 4,5. അപ്പോൾ y is equal to mx plus c-ല് 4,5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y is equal to 5. 5 is equal to m into x-ന് പകരം 4 കൊടുക്കാം. സോ 4m plus c. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടില്ലേ? അല്ല, ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും അതേ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം 1 from 2. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? അതായത് 2 - 1 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4m - 3m m കിട്ടും. c - c 0 കിട്ടും. ദെൻ 5 - 4 എന്താ? 1. അപ്പോൾ m-ന്റെ വാല്യൂ എന്താ കിട്ടുക? 1 കിട്ടും. ഇനി ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്, അതായത് ഈ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പാസിംഗ് ത്രൂ ദ പോയിന്റ് 1,2b y is equal to nx plus d. ഒന്നുമില്ല, നേരത്തെ എടുത്ത ലൈനിന്റെ ഇക്വേഷൻ y is equal to mx plus c എടുത്തില്ലേ? അത് കൺഫ്യൂസ്ഡ് ആവണ്ട പറഞ്ഞിട്ടാണ് y is equal to nx plus d എന്ന് എടുത്തത്. ഓക്കെ, വേറെ ഒന്നുമില്ല. Since this line is parallel to the above line, അപ്പോൾ നേരത്തെ ലൈനും ഈ ലൈനും രണ്ടും പാരലൽ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടിനും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ. സോ n equal to m equal to എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ y is equal to nx plus d-ല് ഈ n എന്ന് പറയുന്നത് m തന്നെയാണ്, അതായത് 1 ആണ് അല്ലെ? ആൻഡ് ദിസ് പാസസ് ത്രൂ ദ പോയിന്റ് 1,2 തന്നിട്ട്. അപ്പോൾ x-ന് 1ഉം y-ക്ക് 2ഉം കൊടുക്കാം. സോ 2 is equal to n 1 ആണ്, x എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് d. അപ്പോൾ d-യുടെ വാല്യൂ, അതായത് 2 is equal to 1 into 1 plus d. അപ്പോൾ d-യുടെ വാല്യൂ നമുക്ക് കിട്ടി 1 ആണെന്ന് കിട്ടി. അപ്പോൾ റിക്വയർഡ് ഇക്വേഷൻ എന്താ? y is equal to nx plus d-ല് y എന്ന് പറയുന്നത് നമുക്കിപ്പോൾ y is equal to n എന്ന് പറയുന്നത് ഓൾറെഡി 1 കിട്ടി. അപ്പോൾ y is equal to x plus d-യുടെ വാല്യൂ എന്താ കിട്ടിയത്? ഇപ്പോൾ 1. സോ y is equal to x plus 1. ഇനി ഇതിപ്പോൾ ജസ്റ്റ് ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാം, അതായത് y-നെ RHS-ൽ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? x minus y plus 1 is equal to 0. Third question. If the lines y is equal to 3x plus 1 and 2y is equal to x plus 3 are equally inclined to the line y is equal to mx plus 4, find the value of m. Okay, രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. y is equal to 3x plus 1ഉം 2y is equal to x plus 3. They are equally inclined to the line y is equal to mx plus 4. Okay, find the value of m. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 1 plus or minus 5 root 2 by 7, b 5 root 2 minus 1 by 7, c 1 minus 5 root 2 by 7, and d none of these. Correct answer option A ആണ്, 1 plus or minus 5 root 2 divided by 7. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? y is equal to 3x plus 1, 2y is equal to x plus 3 and y equal to mx plus 4. ഇതാണ് മൂന്ന് ലൈൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ലൈൻസിന്റെയും സ്ലോപ്പ് കൺസിഡർ ചെയ്യാം. അതായത് നമുക്കറിയാലോ y is equal to mx plus c. ഇതാണ് ജനറൽ ഫോം. അപ്പൊ ഇതില് m into x plus c എന്ന് പറയുന്ന ടേമില് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m-ന്റെ വാല്യൂ കിട്ടും, x-ന്റെ കോഎഫിഷ്യന്റ് അല്ലെ? അപ്പോൾ ഈ ഒരു ജനറൽ ഫോം y is equal to mx plus c-ല് ഫസ്റ്റ് കേസിൽ m എന്താ? 3 ആണ്. സെക്കൻഡ് കേസിൽ y is equal to, അപ്പോൾ നമുക്ക് അതിൽ y is equal to ഫോർമുല ആണോ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. സോ 2y is equal to x plus 3-നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് 2-നെ RHS-ൽ ഡിവൈഡ് ചെയ്യാം. സോ y is equal to 1/2x plus 3/2.
ഇത് 1/2x ആണ്. 1/2x plus 3/2. സോ നമുക്ക് ഇവിടെ mx plus ഈ ഫോം കിട്ടി. m is equal to half കിട്ടി. ക്ലിയർ ആയല്ലോ? സോ സെക്കൻഡ് കേസിൽ m എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആണ്. ഫസ്റ്റ് കേസിൽ 3 ആണ്. സെക്കൻഡ് കേസിൽ ഹാഫ് ആണ്. ഇനി തേർഡ് കേസിൽ y is equal to mx plus 4 ആണ്. സോ ഓൾറെഡി അത് തന്നിട്ടുണ്ട് m ന്റെ ഫോമിൽ. അപ്പോൾ നമ്മൾ അതിനെ m എന്ന് എടുത്തു. അതുകൊണ്ടാണ് m1 equal to 3, m2 equal to 1/2, m3 is equal to m എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് lines 1 and 2 are equally inclined. ഇത് ഇമ്പോർട്ടന്റ് ആണ്. Equally inclined to the line 3. Okay, this means that the given angle between the lines 1 and 3 equals the angle between the lines 2 and 3. ശരിയല്ലേ? അതായത് ലൈൻസ് 1 and 2. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഇപ്പം കറക്റ്റ് ഇവിടെ ഇക്വേഷൻസ് മാർക്ക് ചെയ്തിട്ടില്ലേ? അത് തന്നെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊന്ന് വായിച്ചോട്ടെ. സോ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ലൈൻ ഇതാണ്, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 1 and 3 തമ്മിലുള്ള ഇൻക്ലിനേഷനും 2 and 3 തമ്മിലുള്ള ഇൻക്ലിനേഷനും സെയിം ആണ്. കാരണം എന്താ? ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് തന്നിട്ടുണ്ട് വിത്ത് ദ തേർഡ് ലൈൻ അല്ലേ? സോ 1 and 2 മേക്സ് ഈക്വൽ ഇൻക്ലിനേഷൻ വിത്ത് തേർഡ് ലൈൻ. അപ്പോൾ 1 and 3യുടെ ഇൻക്ലിനേഷനും 2 and 3യുടെ ഇൻക്ലിനേഷനും ഈക്വൽ ആണെന്നല്ലേ അർത്ഥം? ഓക്കെ, ഇനി അതിന്റെ മീനിങ് അതായത് m1 minus m3 divided by 1 plus m1 m3. മോഡുലസ് വാല്യൂ ആണ്, ശ്രദ്ധിക്കണം. മോഡുലസ് ഓഫ് m1 minus m3 by 1 plus m1 m3 is equal to മോഡുലസ് ഓഫ് m2 minus m3 by 1 plus m2 m3. അതായത് രണ്ട് ലൈൻസ് തമ്മിലുള്ള ഇൻക്ലിനേഷൻ സെയിം ആണെങ്കിൽ നമുക്ക് അതിന്റെ സ്ലോപ്സ്, ആ ലൈൻസിന്റെ സ്ലോപ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പോൾ 3 ലൈൻസിന്റെ കേസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഫസ്റ്റ് ലൈനിന്റെ കേസ്. ഫസ്റ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻ തമ്മിലുള്ള ഇൻക്ലിനേഷൻ. ഓക്കെ, ആൻഡ് ആർച്ചസ് തന്നിരിക്കുന്നത് എന്താ? സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ തമ്മിലുള്ള ഇൻക്ലിനേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാം ഈക്വൽ ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് ആ ആംഗിൾസ് ഈക്വൽ ആണ്. സോ ആ റിലേഷൻഷിപ്പ് ആണ് ഇക്വേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോഡുലസ് വാല്യൂ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്ലസ് ഓർ മൈനസ് വാല്യൂസ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി തീറ്റയുടെ ടേംസിൽ പറയണെങ്കിൽ, അതായത് ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ വിച്ച് ദ ലൈൻ തേർഡ് ലൈൻ മേക്സ് വിത്ത് ദ ലൈൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എം മൈനസ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ m1 minus m3 by 1 plus m1 m3. ഓക്കെ, സെയിം തന്നെയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതും ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ജസ്റ്റ് രണ്ട് രീതിയിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്തെന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇതേപോലെ ആ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്രയും ടാൻ തീറ്റയുടെ ടേംസിലും എഴുതണം എന്നില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ള ഫോമാണ് ഞാൻ പറഞ്ഞത്. അതായത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m minus 3 by ഇതേപോലെ 1 plus 3m. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു m1 എന്ന് പറയുന്നത് 3, m2 എന്ന് പറയുന്നത് ഹാഫ്, m3 എന്ന് പറയുന്നത് m തന്നെയായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, സോ ഇവിടെ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? മോഡുലസ് ഓഫ് വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോഡുലസിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് കൊണ്ട് ഇതേപോലെ ഈ m1 m2 അങ്ങോട്ട് ഓർഡർ മാറിയാലും ഓക്കെ, കുഴപ്പമില്ല. കാരണം നമ്മൾ ഫൈനലി പ്ലസ് ഓർ മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ പ്ലസ് ഓർ മൈനസ് വാല്യൂ എന്തായാലും എടുക്കും ഫൈനലി. സോ ആ ഒരു പ്ലസ് മൈനസ് ചേഞ്ച് വലിയ പ്രശ്നം വരില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറക്റ്റ്ലി എക്സാക്ട്ലി m1 m2 m3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഇപ്പോൾ m3 എന്നുള്ളത് ഫസ്റ്റ് എടുത്തു, സെക്കൻഡ് കേസിലാണ് ഇതുപോലെ m2 എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി? m2 minus m3ക്ക് പകരം ഇവിടെ m3 minus m2 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഫൈനലി നമ്മൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ എടുക്കും. ക്ലിയർ ആയല്ലോ? സോ ഒരു ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഡിഫറൻസ് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് m minus 3, അതായത് അതർ സ്ലോപ്പ് എന്ന് പറയുന്നത് 3. ഓക്കെ, ഒരെണ്ണം m-ഉം ഒരെണ്ണം 3-യും. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് m minus 3 divided by 1 plus പ്രോഡക്റ്റ് ഓഫ് ദോസ് 2, അതായത് 1 plus 3. അതേപോലെ സെക്കൻഡ് കേസ് ആണ്. സെക്കൻഡ് കേസിൽ ഹാഫ് ആണ് നമുക്ക് സ്ലോപ്പ് വരുന്നത്. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് m minus half ഡിവൈഡഡ് ബൈ 1 plus m into half, അതായത് 1 plus m by 2. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യണം. കാരണം എന്താ? ഈക്വൽ ഇൻക്ലിനേഷൻ ആണെന്ന് പറഞ്ഞു. സോ എന്തായാലും ആംഗിൾസ് ഈക്വൽ ആണ്. സോ
അപ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. മോഡുലസ് ഓഫ് m minus 3 by 1 plus 3m is equal to modulus of 2m minus 1 by 2 plus m. എങ്ങനെയാണ് ഈ 2m minus 1 by 2 plus m കിട്ടുന്നത്? ഈ m minus half divided by 1 plus m by 2 നെ ഇവിടെ ജസ്റ്റ് 2 എന്ന് പറയുന്നത് നമ്മൾ LCM ആയിട്ട് എടുക്കുക. സോ 2m minus 1 divided by 2 divided by അതേപോലെ ഡിനോമിനേറ്ററിലും 2 plus m by 2. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. സോ 2m minus 1 divided by 2 plus m. 2 plus m എന്ന് പറഞ്ഞാൽ m plus 2 തന്നെ. അങ്ങനെയാണ് ഈ 2m minus 1 by m plus 2 കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? സോ അതേപോലെ ഈ ഒരു ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ആണ്. LHS ഉം RHS ഉം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻസ് കിട്ടുക? LHS and RHS ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ LHSന്റെ ന്യൂമറേറ്റർ m minus 3, RHSലെ ഡിനോമിനേറ്റർ m plus 2, അത് രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ m minus 3 into m plus 2 എന്താ വരിക? m square, then minus 3m, then minus plus 2m, minus 3m plus 2m എന്താ? minus m. ഇനി minus 3 into plus 2 എന്താ? minus 6. അങ്ങനെയാണ് m square minus m minus 6 എന്ന് LHSൽ കിട്ടുന്നത്. ഇതേപോലെ RHS എന്താ ചെയ്യേണ്ടത്? സെയിം, അതായത് LHSലെ ഡിനോമിനേറ്ററും RHSലെ ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് 1 plus 3m into 2m minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ടേംസ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താ? 7m square minus 2m minus 7. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് സോറി 7m square അല്ല 6m square. ഈ ഒരു ഇക്വേഷൻ അതായത് 6m square minus m minus 1 ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. കാരണം എന്താ? 1 plus 3m into 2m minus 1 ആണ് ചെയ്യുന്നത്. സോ 6m square minus m minus 1 കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മോഡുലസ് വാല്യൂ മാറ്റി കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് കേസ് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? മോഡുലസ് വാല്യൂ മാറ്റാൻ പോവാണ്. സോ RHSൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് കേസ് എടുക്കാൻ പോകണം. രണ്ട് സ്ഥലത്തും മോഡുലസ് റിമൂവ് ചെയ്തു. എന്നിട്ട് LHS equal to പ്ലസ് ഓർ മൈനസ് RHS. ഇനി നമുക്ക് രണ്ട് കേസ് കൺസിഡർ ചെയ്യണം. എങ്ങനെയാണ്? ഒരെണ്ണം LHS equal to പ്ലസ് RHS കേസും നെക്സ്റ്റ് കേസ് LHS equal to മൈനസ് RHS കേസും. നോർമലി നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. സോ ആദ്യം പ്ലസ് ആയിട്ടുള്ള കേസ് എടുക്കാം. അതായത് m square minus m minus 6 is equal to പ്ലസ്, അതായത് 6m square minus m minus 1. ബ്രാക്കറ്റിലെ ടേം അങ്ങനെ തന്നെ, കാരണം പ്ലസ് ഓഫ് ആ ബ്രാക്കറ്റ് ആണല്ലോ. ഇനി ഇത് ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 6m square minus m square ചെയ്താൽ എന്താവും? 5m square. ദെൻ മൈനസ് m രണ്ട് സ്ഥലത്തുണ്ട്, ക്യാൻസൽ ആയി. ഇനി 5m square, ഇനി മൈനസ് 6 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇതേപോലെ പ്ലസ് 6 minus 1 അതായത് പ്ലസ് 5 is equal to 0. അതായത് m square plus 1 is equal to 0. 5 കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തു. ഈ m square plus 1 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m square equal to minus 1 എന്നല്ല അർത്ഥം. ദാറ്റ് ഇസ് m is equal to square root of minus 1. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് i കേസ് വരും, കോംപ്ലക്സ് നമ്പർ വരും. അപ്പോൾ ഇതൊരിക്കലും റിയൽ അല്ല. അപ്പോൾ നമുക്ക് ഈ കേസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ആ കേസ് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് ബ്രാക്കറ്റ് കേസ് RHSൽ. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് എന്താ കിട്ടുക? അതായത് അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുക. 7m square minus 2m minus 7 equal to 0. ദാറ്റ് ഇസ് ഈ ഒരു ഇക്വേഷനിൽ LHS അങ്ങനെ എഴുതുക, m square minus m minus 6 is equal to ഇനി മൈനസ് ഓഫ് RHS അതായത് 6m square minus m minus 1. ഇപ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് 6m square plus m plus 1 അല്ലേ? ഇനി റീഅറേഞ്ച് ചെയ്യാം. m square minus m minus 6 is equal to ഈ ടേം കിട്ടും. ഓക്കെ, ഇവിടെ is equal to ഉണ്ട്. ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതായത് ഈ മൈനസ് 6m സ്ക്വയറിനെ LHSൽ കൊണ്ടുപോകാം. സോ 7m സ്ക്വയർ വരും. ദെൻ മൈനസ് m അതായത് LHSൽ കൊണ്ടുപോയാൽ പ്ലസ് m LHSൽ കൊണ്ടുപോയാൽ മൈനസ് m. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് m ഉണ്ട്. സോ മൈനസ് 2m. ദെൻ ഇവിടെ LHSൽ മൈനസ് 6 ഉണ്ട്, RHSൽ 1 ഉണ്ട്. അപ്പോൾ 1 ഇപ്പുറത്തേക്ക് വന്നാൽ മൈനസ് 6 മൈനസ് 1 മൈനസ് 7 ദിസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് ഈ സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? അതൊന്ന് സോൾവ് ചെയ്യാം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ RHSൽ ഈ രണ്ട് പോർഷൻസ് ഇങ്ങനെ ഒരുമിച്ച് കാണിച്ചു എന്നുള്ളൂ. ഇത് ഫസ്റ്റ് കേസാണ്, ഈ ഒരു ഇക്വേഷന്റെ കേസാണ്. സെക്കൻഡ് ഇക്വേഷന്റെ കേസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 7m square minus 2m minus 7 equal to 0. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ സോൾവ് ചെയ്യാറ് m is equal to മൈനസ് ബി പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 2 എന്താ? പ്ലസ് 2.
പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ പറഞ്ഞാൽ 4 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 7, സി എന്ന് പറഞ്ഞാൽ മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ, അതായത് 2 ഇൻറ്റു 7. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 2 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 50 ബൈ 14. അഗെയിൻ 2 പ്ലസ് ഓർ മൈനസ് 10 റൂട്ട് 2 ബൈ 14. ഇപ്പോൾ 2 കോമൺ ഫാക്ടർ ആണ് എല്ലാത്തിലും. സോ 2 കൂടി ക്യാൻസൽ ചെയ്താൽ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടും 1 പ്ലസ് ഓർ മൈനസ് 5 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സൊല്യൂഷൻ. Next question, the inclination of the line x minus y plus 3 is equal to 0 with positive direction of x axis is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതാണ്. പോസിറ്റീവ് x ഡയറക്ഷൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 45 ഡിഗ്രി, B 100 ഡിഗ്രി, C 135 ഡിഗ്രി, D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 45 ഡിഗ്രി. ഇപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. x മൈനസ് വൈ പ്ലസ് 3 = 0 ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ വൈനെ ആർച്ചസിൽ കൊണ്ടുപോയാൽ എന്താ? y = x plus 3. അപ്പോൾ y = mx plus c ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ m ന്റെ വാല്യൂ കിട്ടും. m എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് x ആണ്, അതായത് 1 അല്ലേ. ഇനി സ്ലോപ്പിന് വേറൊരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആംഗിൾ എന്താ? tan θ ആണ്, ശരിയല്ലേ. സോ m = tan θ നമുക്കറിയാം, which is equal to 1 എന്ന് നമുക്ക് ഈ ഒരു ലൈനിൽ കിട്ടി. സോ എപ്പോഴാണ് tan θ 1 ആവുന്നത്? when θ is 45 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ഇത് tan 45 1 ആണ് നമുക്കറിയാം. അപ്പോൾ θ 45 ആവുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് 1 കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇൻക്ലിനേഷൻ എന്താ? 45 ഡിഗ്രി. Next question, if Lx plus Ly plus P is equal to 0 and Lx plus Ly minus R is equal to 0 are two parallel lines, then distance between them is equal to modulus of m by n, where m and n are respectively. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ജനറൽ ടേംസിലാണ് തന്നിരിക്കുന്നത്, വാല്യൂസ് അല്ല. Lx plus Ly plus P is equal to 0, Lx plus Ly minus R equal to 0. രണ്ട് പാരലൽ ലൈൻസ് ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് m by n ആണെന്നും തന്നിട്ടുണ്ട്. അതിൽ m ഉം n ഉം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A P minus R √2 into L. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ L ഔട്ട്സൈഡ് ദ റൂട്ട് ആണ്. B R minus P സ്ക്വയർ റൂട്ട് ഓഫ് 2L ആണ്. ഈ ഇവിടെ L ഉള്ളിലാണ് റൂട്ടിന്റെ. C P plus R root of 2L. D P plus R √2 into L. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, P plus R √2 into L. സോ തന്നിരിക്കുന്ന ലൈൻസ് നോക്കാം. Lx plus Ly plus P is equal to 0, Lx plus Ly minus R equal to 0. അത് പാരലൽ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് ഇതുപോലെ മോഡുലസ് ഓഫ് C1 minus C2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് a square plus b square എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. സോ ഇവിടെ നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് കേസിൽ C1 എന്ന് പറയുന്നത് P യും C2 എന്ന് പറയുന്നത് മൈനസ് R ആണ്. അപ്പോൾ C1 P യും C2 എന്ന് പറയുന്നത് മൈനസ് R, നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ A യും B യും എന്താ? A എന്ന് പറയുന്നത് എക്സിന്റെ ആ ഒരു കോഎഫിഷ്യന്റ് ആണ്, B എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യന്റ്. ഈ കേസിൽ A യും B യും എന്താണ്? L ആണ്. ഓക്കെ, പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഈ രണ്ട് കോൺസെപ്റ്റ്സും സെയിം ആണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? C1 minus C2 പറഞ്ഞാൽ P മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ക്ലിയർ അല്ല. ഓക്കെ, സോറി, P മൈനസ് R, അതായത് C1 minus C2 പറഞ്ഞാൽ P മൈനസ് R, C2 മൈനസ് R അല്ലേ, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് പ്ലസ് ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് L സ്ക്വയർ. അതായത് P മൈനസ് R എന്താ? P പ്ലസ് R വരും, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ L സ്ക്വയർ പ്ലസ് L സ്ക്വയർ പറഞ്ഞാൽ റൂട്ട് ഓഫ് 2L സ്ക്വയർ ആണ്. ഇനി ആ റൂട്ട് ഓഫ് L സ്ക്വയറിൽ L സ്ക്വയർ പുറത്തെടുത്താൽ L വരും. സോ √2 into L ആണ് ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററിൽ P പ്ലസ് R. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി മോഡുലസ് ഓഫ് m by n ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് m ന്റെ വാല്യൂ എന്താ കിട്ടുക? m എന്ന് പറയുന്നത് P പ്ലസ് R. സോ m is equal to P പ്ലസ് R കിട്ടി. അതേപോലെ n എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ, ദാറ്റ് ഇസ് √2 into n ഔട്ട്സൈഡ് ആണ്. ഓക്കെ, next question, the equation of the line passing through the point 2, 3 and the point of intersection of lines 2x minus 3y plus 7 equal to 0 and 7x plus 4y plus 2 is equal to 0 is. Options തന്നിരിക്കുന്നത് A 21x plus 46y minus 180 equal to 0, B 21x minus 46y plus 96 equal to 0, C 46x plus 21y minus 155 equal to 0 and D 46x minus 21y minus 29 equal to 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, 21x minus 46y plus 96 is equal to 0. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3.
ഓക്കെ, അതായത് 2,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ്, പിന്നെ അത് മാത്രമല്ല രണ്ട് ലൈൻസ് തന്നിട്ട് ആ ലൈൻസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിലെ അതിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് ലൈൻസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിലാണ് നമുക്ക് ലൈൻ പാസ് ചെയ്യുന്നത്. സോ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഫാമിലി ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് എന്ന ടോപ്പിക്കിലെ അതിൽ നമ്മൾ പറഞ്ഞു രണ്ട് ലൈൻസ് ഉണ്ട്, ആ ലൈൻസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ വേറൊരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനിൽ അതിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ ലൈൻ ഒരു ഇൻഫോർമേഷനും കൂടി തന്നിട്ടുണ്ട്, ഈ ലൈൻ passes through the point 2,3 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ അതിന്റെ മീനിങ് എന്താ? എന്തായാലും 2,3 എന്ന് പറയുന്ന പോയിന്റ് ആ ഇക്വേഷന്, ആ ലൈനിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും, ശരിയാണല്ലോ? സോ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ 2ഉം 3ഉം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എക്സിന് 2ഉം വൈക്ക് 3ഉം കൊടുക്കാം. അതായത് ഇവിടെ ഇപ്പോൾ എക്സിന് 2ഉം y is equal to 3 കൊടുക്കുക, എല്ലായിടത്തും എക്സിന് 2 y is equal to 3. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. 2 into 2 minus 3 into 3 plus 7 plus lambda into 7 into 2 plus 4 into 3 plus 2 is equal to 0. അപ്പോൾ ജസ്റ്റ് ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാം, ലാംഡ ടേം RHSൽ കൊണ്ടുപോയി. സോ 4 minus 9 plus 7 is equal to minus lambda into 14 plus 12 plus 2. സോ നമുക്ക് അതിൽ നിന്ന് ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 1/14 കിട്ടും. ഈ 2/28 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ 1/14 ആണ് വരിക. മൈനസ് ലാംഡയാണ് 1/14. സോ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 1/14. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, ആ ഇക്വേഷനിൽ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2x minus 3y plus 7 പ്ലസ് ലാംഡയ്ക്ക് പകരം മൈനസ് 1/14 കൊടുക്കുക ഇൻറ്റു 7x plus 4y plus 2 is equal to 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 14 ഉണ്ട്, അത് ത്രൂ ഔട്ട് നമ്മൾ ന്യൂമറേറ്റേഴ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഹോൾ, അതായത് LHSലും RHSലും ഓൾറെഡി 0 ആണ്. സോ LHSൽ ഓരോ ടേംസ് എന്താ വരിക? ന്യൂമറേറ്റേഴ്സിനെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം 28x മൈനസ് 42y പ്ലസ് 98 മൈനസ് ഈ സെക്കൻഡ് ടേമിൽ ഓൾറെഡി 1/14 ഉണ്ട്. അപ്പോൾ അവിടെ ഇൻറ്റു 14 ചെയ്യുമ്പോൾ ഈ 14ഉം 14ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ മൈനസ് 7x, അതായത് നെക്സ്റ്റ് കേസിൽ പറയുന്നുണ്ട് മൈനസ് 7x ദെൻ മൈനസ് 4y വരും, അതിവിടെ എഴുതിയിട്ടുണ്ട് മൈനസ് 4y ദെൻ മൈനസ് 2 വരും. ഓക്കെ, മൈനസ് 2. ക്ലിയർ ആയല്ലോ? ഇനി ഓരോ ടേംസ് റീഅറേഞ്ച് ചെയ്യുക, അതായത് എക്സിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, വൈയുടെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, പിന്നെ കോൺസ്റ്റന്റ് ടേംസ്. അപ്പോൾ നമുക്ക് ഫൈനലി സിംപ്ലിഫൈഡ് ഇക്വേഷൻ എന്താ? 21x minus 46y plus 96 equal to 0. Last question, find the equation of line passes from the point of intersection of 3x plus 4y minus 7 equal to 0 and x equal to y minus 2 and whose slope is 5. Clear ആയല്ലോ? ഓരോ ക്വസ്റ്റ്യൻസും നോർമലി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും, പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അതായത് ചിലതിൽ സ്ലോപ്പ് തന്നിട്ടുണ്ടാവും, ചിലതിൽ പോയിന്റ്സ് തന്നിട്ടുണ്ടാവും പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കെയർഫുള്ളായി വായിച്ച് മനസ്സിലാക്കാം, അപ്പോഴേ നമുക്ക് അറിയില്ലോ ഏത് ഇക്വേഷൻ ആണ് എടുത്ത് കമ്പയർ ചെയ്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ പാരലൽ പെർപെൻഡിക്കുലർ കേസ് അതെല്ലാം നന്നായി പഠിച്ചു വെക്കണം. ഇനിയിപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതായത് ഈ രണ്ട് ലൈൻസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ അതിന്റെ സ്ലോപ്പും തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 35x minus 7y plus 18 equal to 0, B 33x minus 7y plus 18 equal to 0, C 35x minus 8y plus 18 equal to 0, D 35x minus 7y plus 20 equal to 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. 35x minus 7y plus 18 is equal to 0. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് തന്നിരിക്കുന്ന ലൈൻ, അതായത് ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? 3x plus 4y minus 7 equal to 0 അല്ലെ. സോ അതിൽ -7 ജസ്റ്റ് RHS എഴുതി, അപ്പൊ എന്ത് വരും? 3x plus 4y is equal to 7. അതേപോലെ തന്നെ അടുത്ത ഇക്വേഷൻ തന്നിട്ടുള്ളത് x equal to y minus 2 ആണ്. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതായത് ഈ 4ന് പകരം y ആണ് കേട്ടോ. x minus y is equal to -2. ഈ y നെ നമ്മൾ LHS എടുക്കാം. സോ x minus y is equal to -2. കറക്റ്റ് അല്ല. സോ x minus y, ഇവിടെയും ഒരു കറക്ഷൻ ഉണ്ട്. x minus y is equal to -2. ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്യാം, എന്നിട്ട് എക്സിന്റെ പൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോ ഈ രണ്ട് ഇക്വേഷൻസും ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അതായത് സെക്കൻഡ് ഇക്വേഷൻ അല്ലേ,
ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ 4y എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ 4 വരാൻ ആ 4y വരാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു -2നെ ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു 4. അതായത് 4x മൈനസ് 4y ഇസ് ഈക്വൽ ടു -8. അപ്പോൾ അതാണ് 4x മൈനസ് 4y ഇസ് ഈക്വൽ ടു -8 കിട്ടിയത്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 4yയും -4yയും ക്യാൻസൽ ആവും. അപ്പോൾ 3x പ്ലസ് 4x എന്താ വരിക? 7x. ഇനി 7 പ്ലസ് -8 എന്താ വരിക? -1. അപ്പോൾ എക്സിന്റെ വാല്യൂ 7 ആർച്ചസിൽ പോയാൽ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? -1/7. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ നമ്മുടെ പ്രീവിയസ് സെക്കൻഡ് ഇക്വേഷൻ കേട്ടോ, -1/7, അതായത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു -2. ഇപ്പോൾ ഒരു വേരിയബിൾ കിട്ടിയാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതർ വേരിയബിൾ കാണാം. എക്സിന് -1/7 ഇപ്പോൾ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും, അതായത് 13/7 കിട്ടും. ഇനി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് എന്താണ്? -1/7ഉം ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 13/7 ആണ്, 11 അല്ല കേട്ടോ, 13/7 ആണ്. ഓക്കെ, സോ -1/7, 13/7 ഇതാണ് പോയിന്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ആ ലൈനിന്റെ സ്ലോപ്പ് 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി അറിയാം, അതായത് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് and having the slope എന്ന് പറയുന്നത് എന്താണ്? y minus y1 is equal to m into x minus x1. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y minus y1 is equal to m into x minus x1. അപ്പോൾ ഇപ്പോൾ x1 y1 നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ y1ഉം x1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 നമ്മൾ -1/7 കൊടുക്കുക, y1 നമ്മൾ 13/7 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? y minus 13/7 is equal to സ്ലോപ്പ് എന്താണ്? m എന്ന് പറയുന്നത് 5 into x minus -1/7, അതുകൊണ്ടാണ് പ്ലസ്. ഓക്കെ, അപ്പോൾ x plus 1/7 കിട്ടും. ഇപ്പോൾ ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ y minus 13/7 is equal to 5 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5x plus 5/7. ഇനി 7 ഉള്ളത്, അതായത് LHSലും RHSലും ഡിവൈഡ് ബൈ 7 സെക്കൻഡ് ടേമിനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് LCM എടുക്കുന്ന പോലെ, അപ്പോൾ y minus 13/7 is equal to 5x plus 5/7 ആണ്. അപ്പോൾ കംപ്ലീറ്റ് LHSനെ RHSനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ടേംസ്. അപ്പോൾ 7y minus 13/7 into 7 എന്ത് വരും? ആ 7 ക്യാൻസൽ ആവും. is equal to 5 into 7 35x plus 5 കിട്ടും അല്ലേ? അപ്പോൾ 35x അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, 7y RHS കൊണ്ടുപോകാം. അപ്പോൾ 35x minus 7y. ഇനി ഇതേപോലെ 13 RHS കൊണ്ടുപോയാൽ +13 ആവും. So +13 plus 5 എന്താ? +18 is equal to 0. Hence we got the equation. Thank you.